സാധാരണക്കാരുടെ ഹൃദയം കീഴടക്കിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവായിരുന്നു എ ലത്തീഫ് എന്ന് DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. കോൺഗ്രസ് നേതാവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന എ ലത്തീഫ് വിടവാങ്ങിയിട്ട് 5 വർഷം തികയുന്ന മെയ് 14 അദ്ദേഹത്തിന്റെ അനുസ്മരണം ചിതറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിതറ മണ്ഡലം പ്രസിഡന്റ് ഹുമയൂൺ കബീറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A ശ്രീകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ M ഇല്യാസ് റാവുത്തർ, ചിതറ മുരളി, PG സുരേന്ദ്രൻ നായർ, മുഹമ്മദ് കുഞ്ഞ്, പഞ്ചായത്ത് പ്രസിഡന്റ് ലീന ഓമനദേവൻ, അൻസർ തലവരമ്പ്, S ഷമീം, ബ്ലോക്ക് മെമ്പർ അരുൺകുമാർ, കുമാരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ്, സുധീർ ഖാൻ തലവരമ്പ്, മനു തടത്തിൽ, അസ്ലം മടത്തറ, നജീം മുല്ലശ്ശേരി, റഷീദ ബീവി, പ്രദീപ് കുമാർ, റനീസ് കാരിച്ചിറ, കൃഷ്ണകുമാരി, മധുരമണി, ഉഷകുമാരി, രസന, ബദറുദ്ദീൻ, മിനി ഹരികുമാർ, S സിനി, സലീഷ് ഖാൻ, ജെനിമോൻ ഭാസ്കരൻ, ഗോകുൽ, ഷജീർ കുളത്തറ, ഷൈജു തുടങ്ങി നിരവധി നേതാക്കളെ അനുസ്മരിച്ചു. ശ്രീ അരുൺകുമാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ചിതറയിലെ മാത്രം ചിതറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി കൂടി പ്രവർത്തിച്ച ആളാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി തന്നെ അറിയാം. ഏത് കാര്യത്തിനായാലും പാർട്ടിക്ക് വേണ്ടി മുമ്പും പിമ്പും നോക്കാതെ എടുത്തു ചാടി അതിനുവേണ്ടി അങ്ങേയറ്റം വരെ പ്രവർത്തിക്കുന്ന, ഏതൊരു ഘട്ടത്തിലും ആപത്ത് ഘട്ടത്തിലും നമ്മളോടൊപ്പം നമ്മൾ മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ട് നമ്മളോട് മുമ്പോട്ട് പോയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ ഈ അവസരത്തിൽ ഈ 5ാമത് അനുസ്മരണം നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്, എനിക്ക് അനുഭവപ്പെടുന്ന പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്നെ മുമ്പോട്ട് ഇതിന്റെ കാര്യങ്ങളുമായി പോയപ്പോൾ തന്നെ ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ ആർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ആരോടൊപ്പം നിന്നു, അവരെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു പോയത്. കാരണം നമ്മളെല്ലാവർക്കും വേണ്ടി, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി മുമ്പോട്ട് പോവുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകും. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സഹായിക്കുകയും അവരോടൊപ്പം നിന്ന ഒരു നേതാവ് മരണപ്പെട്ടു. ആദ്യം 1, 2, 3 അനുസ്മരണങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ആളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് തന്നെ എത്രത്തോളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു നമുക്ക് മനസ്സിലാവും. എല്ലാവരെയും വിളിച്ചതാണ്, പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഒരു നേതാവിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ എത്തിച്ചേരുവാൻ സമയം കണ്ടെത്തുവാൻ കഴിയാത്ത ആൾക്കാരായി നിൽക്കുമ്പോൾ നമ്മുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. പല വിഷമ കാര്യങ്ങളും ഈ അവസരത്തിൽ ഉണ്ടായി. ഞാനത് വ്യക്തിപരമായി ആരെയും ഒന്നും പറയുന്നില്ലെങ്കിലും നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഒരു നേതാവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഇപ്പൊ CPM-നോട് ഏറ്റവും കൂടുതൽ ഇവിടെ അടിയുണ്ടാക്കി മുമ്പോട്ട് പോയ ഒരാൾ കൂടിയാണ്. നമുക്കറിയാം, അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന മരണപ്പെടുന്നത് കോവിഡ് ആ സമയത്താണ്. അതിന് തൊട്ടുമുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും നമുക്കുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോടൊപ്പം എങ്ങനെയാണ് നിന്നത്, നമ്മളോടൊപ്പം നെഞ്ചുവിരിച്ച് നിന്ന് മുമ്പോട്ട് പോയത് പോലും നമുക്കറിയാം. പണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹുമയൂൺ കബീർ, ചിതറയുടെ രാഷ്ട്രീയ ഭൂമികയിൽ പകരം വെക്കാനില്ലാത്ത ആദർശ ശുദ്ധിയുടെ അവസാന വാക്കെന്നോണം പറയാൻ കഴിയുന്ന പ്രിയങ്കരനായ നേതാവ് ശ്രീ A ലത്തീഫിന്റെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന DCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് സാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് A ശ്രീകുമാർ, കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ DCCയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ചിതറ മുരളി, M ഇല്യാസ് റാവുത്തർ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിച്ചത് കൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല. ചിതറയുടെ രാഷ്ട്രീയം, ചിതറയുടെ സാമൂഹിക പശ്ചാത്തലം വീക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും A ലത്തീഫ് എന്ന നേതാവിനെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകളുണ്ടാകും. കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറസാന്നിധ്യമായിരുന്നു A ലത്തീഫ്. അദ്ദേഹത്തിന്റെ ഈ വേർപാടിൽ 5ാമത്തെ വാർഷിക അനുസ്മരണം നടക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇരിക്കുന്ന ഇരുത്തയുടെ ഒരു അലംഭാവമുണ്ട്.
കുറെ പേര് ഇവിടെ ഇരിക്കുക, കുറെ പേര് അവിടെ ഇരിക്കുക, കുറെ പേര് പുറകിലിരിക്കുക, അവിടെ ഇരിക്കുക. അപ്പൊ ഇവിടെ കുറെ കസേരകൾ ഒഴിഞ്ഞെടുക്കാം. അതുകൊണ്ട് സദസ്സിന് ഒരു അഭംഗി തോന്നി എന്നുള്ളതേ ഉള്ളൂ. പങ്കാളിത്തം കുറവാണ് എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. 5ാമത്തെ വർഷമാണ്, 5 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. ലത്തീഫക്കായുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. ദീർഘകാലം മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. ഈ പാർട്ടിയിലെ ഏറ്റവും കീ പോസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നാണ്. ഇത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു പോസ്റ്റ് ഏത് പാർട്ടി പരിപാടി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെയും ചുമതല മണ്ഡലം പ്രസിഡന്റ് തലയിലാണ്. ഒരു മീറ്റിംഗ് നടത്തി, ആ മീറ്റിംഗ് നടത്തി നല്ല ജനപങ്കാളിത്തം, വലിയ നേതാവ് വന്ന് പ്രസംഗിച്ചു, എല്ലാവരും പൊടിയും തട്ടി അങ്ങ് പോകും. അവസാനം മണ്ഡലം പ്രസിഡന്റും മൈക്കുകാരനും മാത്രമാണ്. കാരണം മൈക്കുകാരന് കാശ് കൊടുക്കാതെ മണ്ഡലം പ്രസിഡന്റ് അവിടെ നിന്ന് പാമ്പരുന്നില്ലല്ലോ. ഈ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഒരാളെങ്കിലും തിരിഞ്ഞു നിന്നിട്ട് എങ്ങനെയാണ് അയാളെ പിരിച്ചുവിടാൻ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ മണ്ഡലം പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നമ്മുടെ പാർട്ടിക്കാർ ചോദിക്കുന്നില്ല. DCC പ്രസിഡന്റ് ആയാലും ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും മീറ്റിംഗിൽ പങ്കെടുക്കും, പിരിയും. ആ മണ്ഡലം പ്രസിഡന്റ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ ദീർഘകാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ആളാണ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ആളാണ്. എല്ലാ പോസ്റ്റും എനിക്ക് ഇരിക്കാൻ ഈ പാർട്ടി അവസരം തന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഈ പാർട്ടിയുടെ ഒരു അവസ്ഥയും ഈ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്നവരുടെ ബുദ്ധിമുട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ദീർഘകാലം ഇരുന്ന നേതാവാണ്. പിന്നീട് ബ്ലോക്ക് പ്രസിഡന്റായി. അദ്ദേഹം മരണപ്പെട്ട സാഹചര്യം പറഞ്ഞു, കോവിഡ് കാലത്താണ്. കുറച്ച് ദീർഘകാലം അദ്ദേഹത്തിന് വീണ്ടും ജീവിച്ചിരിക്കാനുള്ള അവസരം ദൈവം തമ്പുരാൻ നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് പാർട്ടി പോസ്റ്റുകളിൽ പോകാനുള്ള അർഹത ഉണ്ടായിരുന്ന നേതാവാണ് ലത്തീഫ്. പിന്നെ ഇതെല്ലാം നിയോഗമാണല്ലോ. എനിക്കിപ്പോ സമയങ്ങളിലെല്ലാം എന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്റെ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ചിരുന്നത് ശ്രീ A ലത്തീഫായിരുന്നു. അദ്ദേഹത്തെ എന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഈ 5 വർഷം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കുറവ് ഏറെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിക്കുന്നതിന് ആരും തന്നെ ഇല്ലായിരുന്നു. അനാഥമായ ഒരു രീതിയിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അദ്ദേഹം എന്റെ കുടുംബത്തിലെ ഒരു കുടുംബാംഗമായിട്ടാണ്, എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനായിട്ടാണ് ശ്രീ A ലത്തീഫിനെ ഞാൻ കണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നു, കമ്മ്യൂണിറ്റി ഹാളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വലിയ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിൽ യഥാസമയം ഡോക്ടർമാരോ അത് പരിശോധിക്കാനുള്ള സിസ്റ്റർമാരോ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. നീണ്ട ഒരു ക്യൂ ആയിരുന്നു. ആ ക്യൂവിൽ അദ്ദേഹം ചാനലുകാരെ എല്ലാം വിളിച്ചു വരുത്തി വച്ചിരുന്ന മുഖത്ത് വെച്ചിരുന്ന ഞാൻ ഇന്നും അത് എന്റെ മനസ്സിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ മാസ്ക് എല്ലാം വച്ചുകൊണ്ട് അദ്ദേഹം കോവിഡ് ടെസ്റ്റ് നടത്തുവാൻ ഇവിടെ ഈ നീണ്ട ക്യൂവിൽ നിന്നിരുന്ന ഓരോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് കുശലാന്വേഷണങ്ങൾ നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹം മുൻകൈ എടുക്കുകയും ചെയ്തു. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു പനി ഉണ്ടാവുകയും ആ പനിയോടുകൂടി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അദ്ദേഹത്തിന് അന്ന് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിൽ നിന്നും കിട്ടിയതാണ് ഈ കോവിഡ്. ആ കോവിഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റൽ പോയതിനു ശേഷം തിരിച്ച് അദ്ദേഹം ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോലും നമുക്ക് ആർക്കും ഒന്ന് പോയി കാണുവാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഒട്ടനവധി നേതാക്കന്മാർ തുടർന്ന് നിങ്ങളോട് സംസാരിക്കാനാണ്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഊർജ്ജമാക്കി വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പ്രമുഖ വ്യക്തികളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ശ്രീ A ലത്തീഫ്.
വൈകാരികമായ ഒരു ബന്ധം എനിക്ക് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ കാലഘട്ടത്തിലെ കണക്കല്ലായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. ഞാൻ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ വ്യക്തിയാണ് ശ്രീ ലത്തീഫ്. ആ കാലഘട്ടം സുഖകരമായ ഒരു പ്രവർത്തന കാലയളവല്ലായിരുന്നു. ദിവസവും സംഘർഷവും അടിയും നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു കെട്ടി ഒരു സ്ഥലത്തിട്ട് വൈക്കോലും പിണ്ണാക്കം കൊടുത്ത സംഭവം വരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എന്നും സംഘർഷങ്ങളുടെ നാടായിരുന്നു ചിതറ. യുവത്വത്തിലേക്ക് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അതിവിടെ പറയാൻ ഉള്ളാവുന്നതും പറയാൻ വെക്കാത്തതുമായ ഒട്ടനവധി സംഭവങ്ങൾ എനിക്ക് അയവിറക്കുവാനുണ്ട്. കാലഘട്ടം കോവിഡിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയം. അദ്ദേഹത്തിന്റെ മരണവാർത്ത കേൾക്കുന്നതും അതിനോടനുബന്ധിച്ച് നടന്ന ആ ചടങ്ങുകളുമൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലോടുകൂടി, ഒരു വിഷമത്തോടുകൂടി ഓർത്തെടുക്കാൻ നമ്മളെ മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ മനസ്സുകളിലോട്ട് കടന്നു വരുന്ന അദ്ദേഹത്തിന്റെ ആ ജീവിത രീതി, അദ്ദേഹം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച ത്യാഗങ്ങൾ, അദ്ദേഹം ഈ നാട്ടിന് വേണ്ടി സേവിച്ച സാധാരണക്കാരന്റെ പാവങ്ങളുടെയും കൂടെ ഏത് കാര്യത്തിനും തിരിഞ്ഞു നോക്കാതെ എന്ത് സംഭവിച്ചാലും വരട്ടെ എന്ന് ആ ഒരു മനോഭാവത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യവും നമുക്ക് എപ്പോഴും നമ്മളുടെ ആവേശവും നമുക്ക് എപ്പോഴും അതൊന്നും അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശയും ഒക്കെ നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല.